My dear friends, my dear masters, and my dear gods, എല്ലാവർക്കും PMC മലയാളത്തിലെ ദിവ്യസന്താന പ്രാപ്തി ടെസ്റ്റുടെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ത്രീകൾ എന്തുകൊണ്ട് പ്രഗ്നന്റ് ആവുന്നില്ല എന്നാണ്. എപ്പോഴും പ്രഗ്നൻസി ഗർഭധാരണത്തിന്റെ മുൻപായിട്ട് ബേബി സോളും ആ കുട്ടി ചൂസ് ചെയ്ത പാരന്റ്സ് അച്ഛനമ്മമാരുടെ ഇടയ്ക്ക് ഒരു കരാറുണ്ടാവും. ആ കരാറ് ഈ ബേബി സോള് ആത്മസ്ഥിതിയിൽ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. സോൾ അജണ്ട, സോൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ആ ആത്മസ്ഥിതിയിലാണ്. അതിന് അച്ഛനമ്മമാരുടെ സഹായം ആവശ്യമാണ്. ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആ കരാറിലുണ്ട്. ഈ കരാറ് എഴുതുന്നത് ആസ്ട്രൽ ലെവലിലാണ്. കംപ്ലീറ്റ് പ്ലാനിങ് നടക്കുന്നതൊക്കെ ആസ്ട്രൽ ലെവലിലാണ്. അത് കഴിഞ്ഞിട്ട് ഈ കരാറ് അച്ഛനമ്മമാര് പാലിക്കില്ലെങ്കിൽ ആ ബേബി സോളിന് വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ആയാൽ ആ കുട്ടി വിചാരിക്കും, ഞാൻ തിരിച്ചു പോകട്ടെ, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്റെ സോൾ അജണ്ട നടക്കില്ല, അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ, ഞാൻ തിരിച്ചു പോകും. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗർഭം അലസൽ സംഭവിക്കും, അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവും. ഇതിനെയാണ് കൺസെപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സ്ട്രോങ് പ്രീ ബർത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ആ ബേബി സോളും അച്ഛനമ്മമാരും തമ്മിൽ സ്ട്രോങ് പ്രീ ബർത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, ആ എഗ്രിമെന്റ് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സോള് കിറ്റായി പോവും. രണ്ടാമത്തത്, നമ്മള് പ്രഗ്നന്റ് ആയ ശേഷം ഈ കുട്ടിയെ എനിക്ക് പോറ്റാൻ കഴിയോ, അത്രയ്ക്കുള്ള ത്രാണി എനിക്കുണ്ടോ, എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ഭയവും ഒരു കൺഫ്യൂഷനും ആ മദറിൽ വരികയാണെങ്കിൽ അപ്പോഴും ആ കുട്ടിക്ക് അവിശ്വാസം വരികയും ఆ కుట్టి നമ്മളിൽ നിന്ന് ఆస్ట్రలీ విట్టుపోగుകയും ചെയ്യും. ఓకే, సో ఈ కన్సెప్షన్ టైంలో ఇద్దరి మధ్య, అంటే వైఫ్ అండ్ హస్బెండ్ మధ్య ఒక అండర్స్టాండింగ్ ఉండాలి, క్లారిటీ ఉండాలి, లవ్ అండ్ అఫెక్షన్ ఉండాలి అన్నమాట. ഈ പ്രഗ്നൻസി ടൈമിൽ സമയത്ത് ഭാര്യ ഭർത്താവ് ഇടയിൽ നല്ല ഒരു റിലേഷൻ ഉണ്ടാവണം, നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാകണം, നല്ലൊരു కమ్యూనికేషനും ఉండేది అత్యవశ్యമാണ്. ఆ స్పిరిట్ బేబీస్ చాలా సెన్సిటివ్గా ఉంటారు. ఇంకోటి ఏంటి అంటే ఈ కన్సెప్షన్ టైంలో మనం ఒక క్లారిటీతో ఆ బేబీని మనం ఇన్వైట్ చేయాలి. ఈ భూమి మీద రావడానికి నేను అంటే మా పేరెంట్స్ ఇద్దరము కూడా ఎంతో సంతోషంగా నిన్ను ఆహ్వానిస్తున్నాము అని చెప్పేసి వెల్కమ్ చేయాలన్నమాట. ഈ ബേബി ജനിക്കുന്നതിന് മുൻപ് ആ സോള് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യവും ആവശ്യമായിട്ടുള്ള പരിചരണവും സ്നേഹവും കൊടുത്ത്, ഞാൻ എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ, നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്ത് നമ്മൾ അതിനെ വെൽക്കം ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാകുന്നു. ఆ బాండ్ను స్ట్రెంగ్తన్ చేసుకోవడానికి ఈ ప్రీ బర్త్ కమ్యూనికేషన్ అనేది వెరీ వెరీ ఇంపార్టెంట్. ആ എഗ്രിമെന്റിനെ നമ്മൾ ദൃഢപ്പെടുത്തണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ఓకే, ఎస్ మేడం. సో ఇక్కడ ఒక మంచి సంకల్పంతో ఆ బేబీని ఇన్వైట్ చేస్తూ మన లైఫ్లోకి ఆహ్వానించుకొని మనలో ఆ ప్రేమతత్వాన్ని ఎప్పటికప్పుడు పెంచుతూ వెళ్ళాలన్నమాట. ఆ బేబీ మీద ఉన్న ప్రేమను ఎప్పటికప్పుడు వ్యక్తం చేస్తూ ఉండాలి. എന്ത് വന്നാലും ഞാനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നത് പോലെ എപ്പോഴും ആ ബേബി സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വളരെ സ്നേഹത്തോടു കൂടി ആ ബേബിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉറപ്പുവരുത്താൻ വേണ്ടി എപ്പോഴും നമ്മൾ അതിന് തക്കതായ കമ്മ്യൂണിക്കേഷൻ ఆ బేబీకి കൊടുക്കേണ്ടതായിട്ടുണ്ട്. సో ఇక్కడ ఇది స్టార్టింగ్లో వన్ వేగా ఉంటుందన్నమాట. మనం చెప్పేది వాళ్ళకి అర్థమవుతూ ఉంటుంది. కమ్యూనికేషన్ చేస్తూ వెళ్ళడం ద్వారా
టూ వేగా మారుతుంది అన్నమాట. వాళ్ళు చెప్పేది కూడా మనం అర్థం చేసుకునే స్థితికి మనం വെളുത്തു ఉంటాം. ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബേബിക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ആ സമയത്ത്. പക്ഷേ അത് അങ്ങനെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ആ ബേബി നമ്മളിലേക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ അത് നമുക്ക് പിടിച്ചെടുക്കാനുള്ള శక్తి క్రమేణా നമ്മളിൽ వന്നു చేరును. ఇక్కడ వాళ్ళు చెప్పే మెసేజ్ మనకి ఎలా తెలుస్తుంది అంటే సిగ్నల్స్ ద్వారా. ఇప్పుడు ఏంజల్స్తో కనెక్ట్ అయినప్పుడు మనకి నెంబర్స్ కనిపిస్తూ ఉంటాయి, లేకపోతే సమ్ బుక్స్ ద్వారా మనకి ఏదైనా డౌట్ వచ్చిందంటే బుక్స్ లేకపోతే మొబైల్లో మెసేజెస్ రావడం ద్వారా మనకి తెలుస్తూ ఉంటుందన్నమాట వాళ్ళ మెసేజెస్ అన్నీ. അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന് ഏഞ്ചൽസിന്റെ അടുത്തുനിന്ന് നമുക്ക് ഓരോരോ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്പർ വഴിയാണ്. ഓരോ നമ്പർ നമുക്ക് കാണും, അല്ലെങ്കിൽ നമ്പർ നമ്മളെ മുന്നിൽ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്പർ നമുക്ക് പ്രത്യക്ഷപ്പെടും. ഇതിനനുസരിച്ച് ഏഞ്ചൽസ് എന്ത് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ കുട്ടികൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് ഒരു പക്ഷേ നമുക്ക് ഫോണിലൂടെയോ ഒരു ബുക്കിലൂടെയോ ഇനി ഒരാളിലൂടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് എത്തിച്ചേരും. അത് ഈ ബേബി പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് సాహచర్యത്തിననుసరించి മനസ്സിലാക്കാൻ పറ്റുన్నതാണ്. సో అంతేకాకుండా మనకు వాళ్ళ మెసేజ్ని మన నిద్రలో డ్రీమ్స్ ద్వారా వాళ్ళు మనతో కనెక్ట్ అవుతూ ఉంటారన్నమాట. ഇനി ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ മെസ്സേജ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡ്രീംസിലൂടെ സ്വപ്നത്തിലൂടെ വന്ന് അവർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. సో ఇలా అంటే ఏదైనా ఇంట్యూషన్ వచ్చినప్పుడు కానీ మెసేజెస్ బయట నుండి వచ్చినప్పుడు కానీ మనం నెగ్లెక్ట్ చేయకూడదు, దాన్ని సీరియస్గా తీసుకోవాలి అన్నమాట. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പുറത്തുനിന്നൊരു മെസ്സേജ് നമ്മളിലേക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സില്ലി ആയിട്ട് ഉപേക്ഷിച്ച് കളയാതെ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ అవలోకనం ചെയ്യേണ്ടത് ఎత్రయో అత్యవసరമാണ് എന്നാണ് మేడం പറയുന്നത്. సో ఈవెన్ ఇలా కమ్యూనికేట్ చేస్తూ ఉంటే వాళ్ళు ఎలా మనకు గైడ్ చేస్తారు అంటే, సో ఈవెన్ వాళ్ళకు ఏ పేరు కావాలి ఈ పేరు పెట్టమని చెప్పేసి కూడా వాళ్ళు మనకి గైడ్ చేస్తూ ఉంటారనమాట ప్రతి ఒక్క విషయంలో. വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, ചെറിയ കാര്യങ്ങൾ പോലും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് മേഡം പറയുന്നത്. ഉദാഹരണത്തിന് അവർക്ക് എന്ത് നെയിം വേണം അല്ലെങ്കിൽ എന്ത് പേരാണോ നമ്മൾ వెక్కేంటది അതുകൂടി അവർ നമുക്ക് కమ్యూనికేట్ ചെയ്യും. మేడం ఒక మినిట్, నేను దీనికి ఒక క్లారిటీ చెప్తాను. ఎస్ మేడం, చెప్పండి మేడం. ఇప్పుడు జస్ట్ 3 months బ్యాక్ మా రిలేటివ్ ఒక అమ్మాయి ప్రెగ్నెంట్ అదే డెలివరీ అయింది. ఏం పేరు పెట్టాలి అని అంటే మా ఫ్యామిలీలో ఒక అబ్బాయి బాగా సాధన చేస్తాడు. ఆ అబ్బాయి ఏం పేరు పెట్టాలి అని కళ్ళు మూసుకొని ధ్యానం చేస్తూ ఉండే విహాన్ అని వచ్చింది పేరు. విహాన్ అని వస్తే ఆ పేరు పెడతామని ఫోన్ చేస్తే వాళ్ళ అవతల వాళ్ళు కూడా విహాన్ అని పేరు సెలెక్ట్ చేసి ఉన్నారు ఆల్రెడీ. హలో హలో మేడం. మీరా మ్యామ్? మేడం స్ట్రక్ అయ్యారు మేడం, మీరు స్ట్రక్ అయ్యారు మేడం. పేరు ఆయన మంచి సాధన చేస్తారు, అక్కడి వరకు మాత్రం వినిపించింది. ఇప్పుడు వినపడుతుందా మేడం? వినిపిస్తుంది, చెప్పండి. విహాన్ అని పేరు పెట్టాలి అని ఆయనకి ధ్యానంలో వచ్చింది మేడం. నెక్స్ట్ టైం వాళ్ళ బేబీ మదర్ ని అడిగి ఏం పేరు పెట్టాలంటే నేను విహాన్ అని సెలెక్ట్ చేశాను అని ఆ అమ్మాయి కూడా చెప్పింది అనమాట. ఎంతో దూరాన్ని నుంచి. వండర్ఫుల్ మేడం. రెండు కోయిన్సైడ్ అయిన తర్వాత ఈయనకి కనపడేది విహాను, ఆ అమ్మాయి సెలెక్ట్ చేసేది కూడా ఎక్కడో చూసి సెలెక్ట్ చేసింది. విహాన్ రాజ్ అని పేరు పెట్టారు వాళ్ళతో. ఓన్లీ 3 months బ్యాక్ జరిగిన విషయం ఇది. ఇది చెప్పండి మేడం. చెప్తా.
ഇപ്പോ ഞാൻ മാഡം പറഞ്ഞതിന് എനിക്കുണ്ടായ ഒരു 3 മാസം കൊണ്ടുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. ഞങ്ങളെ ബന്ധത്തിൽ ഒരു കുട്ടി ഡെലിവറി ആയി, ഒരു ആൺകുട്ടി. അപ്പൊ ആ കുട്ടിക്ക് എന്ത് പേര് വെക്കണം എന്ന് അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഫാമിലിയിൽ ഒരാൾ നന്നായിട്ട് സാധന ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അയാൾക്ക് വിഹാൻ എന്നുള്ള ഒരു പേര് മുന്നിൽ വന്നു. അപ്പൊ അയാള് വിഹാൻ എന്ന് പേരിടാ എന്ന് പറയണം എന്ന് വിചാരിച്ചു. അപ്പൊ ഈ കുട്ടീന്റെ അമ്മ കുറെ പേര് സെലക്ട് ചെയ്ത് വെച്ചാല് വിഹാൻ എന്നുള്ള പേര് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ അമ്മ സെലക്ട് ചെയ്തതും വിഹാന്, ഇദ്ദേഹത്തിന് ധ്യാനത്തിൽ വന്നതും വിഹാന്. അങ്ങനെ അവര് വിഹാൻ രാജ് എന്ന് പേര് വെച്ചു ആ കുട്ടിക്ക് 3 months ബാക്ക്. ഇത് ഒരു ഉദാഹരണം എനിക്ക് റീസെന്റ്ലി സംഭവിച്ചത് ഞാനിവിടെ പറയുന്നു. ఓకే ఫ్రెండ్స్. ఎస్ మేడం, థ్యాంక్ యూ. మేడం, సబ్జెక్ట్ ఏమైనా రిపీట్ అవుతున్నాయా? నాకు కన్ఫ్యూజ్ అవుతుంది. ఈవినింగ్ ఒక క్లాస్ ఉందన్నమాట. అక్కడివి ఇక్కడ చెప్పినట్టుగా అనిపిస్తుంది. ఇక్కడ సబ్జెక్ట్ ఏమైనా రిపీట్ అవుతుందా? లేదు మేడం, మనం రిపీట్ అవటం లేదు, కానీ ఫస్ట్ ఒకటే రెండో రిపీట్ అయింది. ఇప్పుడు ఇది కొత్త సబ్జెక్ట్ లేకే పోతుంది. ఇప్పుడు మీరు ఈ రోజు చెప్పేది కదా. ఓకే ఓకే. అవును. ఎస్ మేడం. సో ఇక్కడ మనం ఏం చేయాలి అంటే కమ్యూనికేషన్ చేయడం ద్వారా ఇద్దరి మధ్య ఒక క్లారిటీ అని వస్తుంది, ఒక బంధం అనేది ఏర్పడుతుంది అన్నమాట. ఫౌండేషన్ అనేది ఇక్కడ నుండే స్టార్ట్ అవుతుంది. മാഡം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബേബി ആൻഡ് മദർ തമ്മിൽ വളരെ ദൃഢമായ ഒരു ബന്ധം ഏർപ്പെടുകയും അതേപോലെ നമ്മളെ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം എന്നാണ് മാഡം പറയുന്നത്. ఓకే. ఎస్. ఇక్కడ ఏం చేయాలంటే, ఒక్క నిమిషం మేడం. ఓకే. సో ఇంకొక విషయం గుర్తించాలి. ఇప్పుడు యాక్సిడెంటల్గా బేబీ రావడం అనేది జరిగితే మనకి ఎలాంటి అవగాహన లేకుండా వైఫ్ అండ్ హస్బెండ్ యూనిఫై అయ్యి ఏదో ఒక యాక్సిడెంటల్గా జరిగి వాళ్ళు కన్సీవ్ అయినప్పుడు అలా వచ్చే బేబీకి ఒక ట్రామా అనేది ఉంటుందంట. ఎందుకు అంటే వాళ్ళు మనల్ని పిలిచకుండా, అంటే ఎలాంటి ప్రిపరేషన్ లేకుండా ఈ భూమికి రావడం జరుగుతుంది. అలా వచ్చిన సోల్స్ లైఫ్ లాంగ్ కూడా ఆ ఒక ట్రామా అనేది కంటిన్యూ అవుతూ ఉంటుందంట. నేను ఎందుకు పుట్టాను, సో ఎలాంటి ఇన్విటేషన్ లేకుండా. അതായത് ചിലപ്പം നമ്മള് ഗർഭിണിയാവും എന്ന് ഉദ്ദേശിക്കാതെ തന്നെ ചിലപ്പോൾ നമുക്ക് ഗർഭധാരണം നടക്കും. അത് ആക്സിഡന്റലി സംഭവിക്കുന്ന ഒരു സംഭവം പോലെ നമുക്ക് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പുറത്തു വന്ന ശേഷം ആ കുട്ടിക്ക് ഒരു ട്രോമ, മാനസികമായിട്ടുള്ള ഒരു ട്രോമയിലായിരിക്കും ആ കുട്ടിയുടെ ജീവിതം കംപ്ലീറ്റ് ഉണ്ടാവുക. ആ കുട്ടി ഞാൻ എന്തിനു വന്നു, വിളിക്കാതെ വന്നു, എനിക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ ഞാൻ വെറുതെ ഈ ഭൂമിയിലേക്ക് ഇവരടുത്തേക്ക് വന്നു എന്നുള്ള ഒരു ബ്ലോക്ക്, ഒരു മാനസികമായ ട്രോമ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ఓకే. సో ఇలా అంతేకాకుండా కార్మిక్ సైకిల్ గురించి నిన్న మనం తెలుసుకున్నాము. కార్మిక్ బాండ్ ద్వారా కూడా మనము బేబీస్ని అట్రాక్ట్ చేస్తాం. కాబట్టి మన కర్మాస్ అన్ని క్లియర్ చేసుకోవాలి అంటే సేవ అనేది వెరీ వెరీ ఇంపార్టెంట్. കർമ്മത്തിന്റെ ഫലമായിട്ട് കൂടെ നമുക്ക് നമ്മളിലേക്ക് കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ട്, നമ്മളിൽ കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കർമ്മത്തിന്റെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ ആ കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് మేడం ഇവിടെ പറയുന്നത്. సో ఇంకొక విషయం ఏంటంటే, మనకు పిల్లలు వద్దు అని చెప్పేసి ఫస్ట్ ఏదైనా అబార్షన్ చేసుకొని ఉంటాం, ఈ టైం వద్దు అని చెప్పేసి. నెక్స్ట్ మళ్ళీ పిల్లలు కలగాలంటే అది కూడా ప్రాబ్లంగా క్రియేట్ అవుతుంది అన్నమాట. సో ఫస్ట్ మనము అబార్షన్ చేసుకున్నాం కదా, సో దాని కర్మ అనేది కూడా ఇక్కడ మళ్ళీ ఫార్వర్డ్ అవుతూ ఉంటుంది. ഇപ്പൊ നമ്മള് പ്രഗ്നന്റ് ആയി, നമുക്ക് വേണ്ടാന്ന് തോന്നി, നമ്മൾ അതിനെ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മം കൂടി നമ്മളെ കൂടെ ഫോളോ ആയി നമ്മളെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് మేడం പറയുന്നത്. సో ఆ బేబీ అలా వచ్చి వెళ్ళిన స్పిరిట్ బేబీస్కి
ఆ కోపం అనేది ఉంటుందన్నమాట. రివెంజ్ అనేది కూడా చాలా కేసెస్లో ఉంటాయి అని చెప్తారు. ഇപ്പൊ വന്ന കുട്ടീനെ നമ്മള് വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കി കളഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മളെ നേരെ ഒരു തരം ദേഷ്യം അല്ലെങ്കിൽ ഒരു തരം റിവെഞ്ച്, ഒരു പക പോലെ നമ്മുടെ മേലെ ഉണ്ടാവാൻ സാധ്യത വളരെയധികം ഉണ്ട് എന്നാണ് മാഡം പറയുന്നത്. సో అక్కడ ఆ పాస్ట్ని మనం హీల్ చేసుకోవాలి. మనకి ఆ అబార్షన్ ద్వారా మన బాడీలో కూడా సమ్ చేంజెస్ అయి ఉంటాయి కదా, ఒక వీక్నెస్ అనేది ఏర్పడి ఉంటుంది. అలాగే ఆ బేబీ వచ్చి వెళ్ళడం ద్వారా ఆ బేబీ మెంటలీ స్ట్రెస్గా ఫీల్ అవుతుంది అనమాట. లైక్ ఒక ఏమంటారు అంటే ఈ తల్లి ద్వారా రాలేకపోయాను అనే ఒక ఫీలింగ్తో ఉంటారనమాట. సో ఇద్దరు కలిసి ఆ పాస్ట్ని ఏదైతే జరిగిందో ఆ పాస్ట్ని హీల్ చేసుకోవాలి. ഇപ്പൊ ഒരു പക്ഷേ നമ്മളിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, വേണ്ട കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പാസ്റ്റ് കർമ്മത്തിനെ നമ്മൾ ഹീൽ ചെയ്തേ മതിയാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വരാൻ സമ്മതിച്ചില്ല എൻ്റെ അമ്മ എന്നുള്ള ആ ഒരു ബ്ലോക്ക് നമ്മളിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ ഫലമായി നമുക്ക് വീണ്ടും കൺസീവ് ആവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് മാഡം പറയുന്നത്. ఓకే. సో ఆ పాస్ట్ని హీల్ చేసుకోవడానికి, అంతేకాకుండా ఇంకొక సందర్భం ఏంటి అంటే, మనకు పూర్వజన్మలో ఎంతోమంది పిల్లలు పుట్టింటారు, అక్కడ మనము ఆ పిల్లల్ని పెంచడానికి మనం కష్టపడి ఉంటాం. సో అప్పుడు మనం అనుకుంటే పిల్లలే వద్దు, ఈ సంసారం వద్దు అని చెప్పేసి, దాని ట్రామా కూడా మన సబ్కాన్షియస్ మైండ్లో ఫార్వర్డ్ అయి ఉంటుంది. ഇപ്പൊ ഏതെങ്കിലും ജന്മങ്ങളിൽ നമ്മൾക്ക് കുറെ കുട്ടികൾ ഉണ്ടായി അവരെ വളർത്താൻ സാധ്യമല്ലാതിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് കുട്ടികളെ വേണ്ട, ഇവരെയൊന്നും വളർത്താൻ എനിക്ക് കഴിവില്ല എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് അവരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു വിരസത അല്ലെങ്കിൽ ആ ഒരു വേണ്ട എന്നുള്ള ആ തോന്നല് അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടുണ്ടാവും. അത് ഈ ജന്മത്തിൽ കൂടെ നമുക്ക് നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിനെ തടസ്സപ്പെടുത്താൻ കാരണമാകുന്നു എന്നാണ് മാഡം പറയുന്നത്. ఇంకా ఏంటంటే పిల్లలు పుట్టిన తర్వాత మనము పేరెంటింగ్ అనేది చాలా కష్టంగా ఉంటుందన్నమాట. మన మాట వినరు, వాళ్ళదే అయిన వ్యక్తిత్వంలో ఉంటారు. సో అక్కడ మనం కారణం ఏంటి అంటే మనలో ఉన్న బ్లాక్స్ అన్నమాట, తల్లిదండ్రుల్లో ఉన్న ఇన్నర్ చైల్డ్ బ్లాక్స్. ഇപ്പൊ കുട്ടി പുറത്തു വന്ന ശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യം കുട്ടി അനുസരിക്കില്ല, തീരെ അനുസരണമില്ലാത്ത കുട്ടി എന്ന് നമ്മൾ പറയും. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവർ വേറൊന്നേ ചെയ്യുള്ളൂ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതിന്റെ കാരണം. അതായത് നമ്മളെ അച്ഛനമ്മമാരിലുള്ള ഇന്നർ ചൈൽഡ് ബ്ലോക്ക് പോലെയുള്ള കുറച്ച് ബ്ലോക്സുകൾ ആ കുട്ടികളുടെ അനുസരണശീലത്തെ ഇല്ലാതാക്കാൻ കാരണമാവുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. సో ఈ ఇన్నర్ చైల్డ్ బ్లాక్స్ని మనం క్లియర్ చేసుకుంటే మనకు మన చిల్డ్రన్స్ మధ్య ఆ గ్యాప్ అనేది తగ్గుతుందన్నమాట. ഇവിടെ നമ്മൾ ഇന്നർ ചൈൽഡ് ബ്ലോക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉടനെ തന്നെ ഹീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ബേബി ആൻഡ് മദർ ഇടയിലുള്ള ആ ഗ്യാപ്പ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കൂടുതലായിട്ട് വരും. നമ്മൾ പറയുന്ന അവർ കേൾക്കില്ല. അങ്ങനെ മാനസികമായിട്ട് നമ്മൾ വളരെയധികം ഒരു అగల్చ കുട്ടികളുമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. అంటే పుట్టిన తర్వాత ఆ బ్లాక్స్ను మనం క్రియేట్ చేసుకొని దాన్ని క్లియర్ చేసుకునే బదులు, అంటే ప్రివెన్షన్ ఈజ్ బెటర్ దాన్ క్యూర్. ఈ ప్రెగ్నెన్సీ ముందే మన ఇన్నర్ చైల్డ్ బ్లాక్స్ను క్లియర్ చేసుకుంటే పుట్టబోయే బిడ్డతో మన బంధం అనేది చాలా అద్భుతంగా ఉంటుంది. ഇപ്പോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ നമ്മൾ കുട്ടി ജനിച്ച ശേഷം നമ്മൾ ആ ഇന്നർ ചൈൽഡ് ബ്ലോക്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലും നല്ലത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഇന്നർ ചൈൽഡ് ബ്ലോക്സിനെ ഇല്ലാതാക്കുകയാണ്. നമ്മളെ ഈ കുട്ടി പുറത്തു വന്ന ശേഷം നമ്മളെ ഈ അനുസരണക്കേടും നമ്മളെ ഈ അകൽച്ചയൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. సో ఇక్కడ న్యూటన్ కొండవీటి సార్ తెలుసా మేడం, ఐడియా ఉందా?
తెలుసు తెలుసు. ఎస్. ఆయన ఇన్నర్ చైల్డ్ క్లాస్కి వెళ్ళినప్పుడు ఆయన ఇచ్చిన ఎగ్జాంపుల్స్ ఒక్కటి నేను ఇక్కడ చేస్తాను. ఎందుకు అంటే మన బ్లాగ్స్ ఎలా మనల్ని లైఫ్లో అడ్డుపడుతుంటాయని చెప్పేసి. అక్కడ మేము ఇన్నర్ చైల్డ్ క్లాస్కి వెళ్ళినప్పుడు ఒక లేడీ వచ్చిందనమాట. చాలా అందంగా ఉంది అమ్మాయి, మంచి టాలెంటెడ్. ఆమెకి డైవర్స్ అయింది. సో తనకి తన ఇన్నర్ చైల్డ్ వూండ్ ఎలా ఉందంటే, తన చిన్నప్పుడు వాళ్ళ అమ్మగారు చాలా తనను అసహించుకునేదంట. ఎందుకంటే వాళ్ళ అమ్మ కన్నా తను టాలెంటెడ్ కూతురు, సొంత కూతురే. బట్ వాళ్ళ అమ్మ వాళ్ళ హస్బెండ్ కూడా, అంటే అమ్మాయి వాళ్ళ నాన్నని అనుమానించేదంట అమ్మ. ఎలా అంటే పక్కన ఆయన వాళ్ళ అమ్మ వాళ్ళ భార్యని అనుమానం తట్టుకోలేక పక్కనున్న కాంపౌండ్ వాల్ ఉంటుంది కదా, మామూలు 7 feet ఉంటుంది అనమాట, 9 feet చేయించారంట. అంటే పక్కింటి వాళ్ళని చూస్తున్నావు అలా అనుమానించేదన్నమాట వాళ్ళ అమ్మ ఎప్పుడు. సో ఇలా వాళ్ళ రిలేషన్ ఉండేది, తల్లిదండ్రుల రిలేషన్ అది సరిగ్గా లేదు. సో ఈ అమ్మాయికి కూడా ఏం చేసింది అంటే, చాలా మందిని మ్యారేజ్ చేసుకోవడానికి వాళ్ళ నాన్న చూసారంట. ప్రపోజల్స్ వస్తే ఎంతమంది మంచి వాళ్ళు వచ్చినా కూడా ఈమె తనకు కావాల్సింది తను సెలెక్ట్ చేసుకున్నారంట ఒక ఈయనను. అప్పుడు వచ్చిన ఆయన వాళ్ళ అమ్మ ఎంత టార్చర్ పెట్టిందో దానికి 10 times టార్చర్ పెడుతున్నాడంట ఆమెని. అంటే దీనికి కారణం ఏమి అని అడిగింది న్యూటన్ సార్ని. అప్పుడు ఆయన చెప్పారనమాట. సో తన ఇన్నర్ చైల్డ్ ఎలా ఉంది, ఫస్ట్ ఆమె ఇన్నర్ చైల్డ్ అన్నప్పుడు వాళ్ళ అమ్మ గురించి చెప్పింది అనమాట. వాళ్ళ అమ్మగారు ఇన్నర్ చైల్డ్ ఎలా ఉంది అంటే, తనకు కూడా తండ్రి చనిపోయినాడు చిన్నప్పటి నుండే, అలా పెరిగింది వాళ్ళ అమ్మగారు. సో అదంతా తను ఎక్స్ప్రెస్ చేసింది తను. సో ఇక్కడ ఏం జరిగింది అంటే, ఆ కౌన్సిలింగ్లో ఎందుకు నాకు ఇలా జరిగింది అంటే, ఎలాంటి హస్బెండ్ని చూస్ చేసుకున్నాను అంటే, చిన్నప్పుడు వాళ్ళ పేరెంట్స్ కొట్టుకోవడము తిట్టుకోవడము అది చూసి తన సబ్కాన్షియస్ మైండ్లో ఎక్కడో ఒక అనుమానంతో, అంటే మగవాళ్ళంతా అంటే పేరెంట్స్ అంతా ఇలాగే ఉంటారే అనే అనుమానం వాళ్ళ ఆ సబ్కాన్షియస్ మైండ్లో క్రియేట్ అవ్వడం ద్వారా తన లైఫ్లో అలాంటి హస్బెండ్నే తను అట్రాక్ట్ చేసింది. ഓക്കെ, ഇവിടെ മാഡം പറയുന്നത് ന്യൂട്ടൺ കൊണ്ടവീട്ടി എന്ന് പറയുന്ന ഡോക്ടർ ന്യൂട്ടൺ കൊണ്ടവീട്ടി, അദ്ദേഹം ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ള ക്ലാസ് സാധാരണ ചെയ്യാറുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ഇതൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം, മെഡിക്കൽ ഡോക്ടറാണ്. അതേസമയം ഇങ്ങനെയുള്ള ക്ലാസ്സസ് കൂടെ അദ്ദേഹം വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിക്ക് ഡൈവേഴ്സായി. ഡൈവേഴ്സ് ആകാൻ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് നോക്കിയപ്പോൾ എല്ലാ കഴിവും ഉള്ള ഒരു കുട്ടിയാണ്, എല്ലാ ടാലന്റഡ് ആയിട്ടുള്ള നല്ലൊരു കുട്ടിയാണ്. പക്ഷേ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. അപ്പൊ നോക്കിയ സമയത്ത് ഈ കുട്ടിക്ക് ഒരു ഇന്നർ ചൈൽഡ് ബോണ്ട് ഇതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഡീപ്പിലേക്ക് പോയി നോക്കിയപ്പോ ഈ കുട്ടിയുടെ അമ്മ എല്ലാ സമയത്തും ഈ കുട്ടിയെ വളരെയധികം ടോർച്ചർ ചെയ്യുകയും ഈ കുട്ടിയെ ആ അമ്മയുടെ കൺട്രോളിൽ മാത്രം നിർത്താൻ ആ അമ്മ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ ഈ അമ്മ ഈ കുട്ടിയുടെ അച്ഛനെ കൂടെ വെറുതെ സംശയിക്കുകയും അവരെ കോമ്പൗണ്ട് വാള് ഒരു 6 feet ആണെങ്കിൽ അതൊരു 9 feet ഉയർത്തി. കാരണം സംശയം, അപ്പുറത്തേക്ക് നോക്കിയാൽ ആരെയും കാണാൻ പാടില്ല, ആരെയൊക്കെയോ നോക്കുന്നുണ്ട് എന്നുള്ള സംശയത്തില് ഈ കുട്ടിയുടെ അമ്മ കോമ്പൗണ്ട് വാളിന്റെയൊക്കെ ഹൈറ്റ് കൂടുതലാക്കി അങ്ങനെ അച്ഛനെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. ഈ അമ്മ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് അച്ഛനില്ലായിരുന്നു. ആ അമ്മ, അതായത് ഈ കുട്ടിയുടെ അമ്മമ്മ ഇവരെ അമ്മേനെ അതേപോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. അച്ഛനില്ലാത്തത് കൊണ്ട് വളരെ കൺട്രോളിൽ വെച്ചിട്ടായിരുന്നു വളർത്തിയിരുന്നത്. അത് ഈ അമ്മയ്ക്ക് വന്നു, ഈ അമ്മയിൽ നിന്ന് ഈ കുട്ടിയിലേക്ക് വന്നു. ആ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് ആ കുട്ടിയുടെ മനസ്സിലുള്ളത് കാരണം ആ കുട്ടി അതേപോലെയുള്ള ഒരാളെ ഭർത്താവിനെ സെലക്ട് ചെയ്യാൻ ഇടയായി. അങ്ങനെ ആ ഭർത്താവിനെയും അതേ സെയിം രീതിയിൽ ടോർച്ചർ ചെയ്തത് കാരണം അവർ ഡൈവേഴ്സ് ആകാൻ ഇടയായി എന്നാണ് ന്യൂട്ടൺ സാറിന്റെ ക്ലാസ്സിൽ ഒരു സംഭവം ഇപ്പം മാഡം നമ്മളോട് പറഞ്ഞു തരും.
ఓకే మేడం, థ్యాంక్ యూ. ఆయన అక్కడ ఏం చెప్పారు అంటే ఆ బ్లాక్ నీలో క్లియర్ అయిపోతే బయట ఉన్న సిచ్యువేషన్స్ ఏవైతే ఉన్నాయో అవన్నీ కూడా ക്ലിയർ అయిపోతాయని చెప్పి పంపించారనమాట. അപ്പോ ന്യൂട്ടൺ സാർ എന്താ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്നർ ചൈൽഡ് ബോണ്ട് ഉള്ളിലുള്ള എല്ലാ ഇന്നർ ആയിട്ടുള്ള എല്ലാ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണോ ആ ഇഞ്ചറി അല്ലെങ്കിൽ വൂണ്ടുള്ളത് അതിനെല്ലാം ക്ലിയർ ആക്കിയ ശേഷം നിനക്ക് പുറത്തുള്ള ലോകങ്ങൾ നിനക്ക് അനുകൂലമാവുകയും നിനക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിനക്ക് സിറ്റുവേഷൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഇന്നർ ബ്ലോക്ക് ഇല്ലാതെ ആക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിൽ നിന്നും ആ കുട്ടിയെ റിലീവ് ചെയ്തു എന്നാണ് മാഡം പറയുന്നത്. ఇంకా ఏంటంటే పెళ్ళి తర్వాత పిల్లలు పుట్టిన తర్వాత ఈ బ్లాగ్స్ మనం క్లియర్ చేసుకునే బదులు బిఫోర్ మ్యారేజే ఆ ఇన్నర్ చైల్డ్ వూండ్స్ ఏవైతే మనలో ఉన్నాయో వాటన్నిటిని రిలీజ్ చేసుకోవాలి. കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രഗ്നന്റ് ആയി പ്രസവിച്ചു കുട്ടികൾ വന്ന ശേഷം നമ്മൾ ഇന്നർ ചൈൽഡ് വൂണ്ടിനെ ക്യൂർ ചെയ്യുന്നതിന് ബദല് നമ്മൾ ഒരു കല്യാണം ആവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മൾ ആ ബ്ലോക്സിനെ ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് മാഡം പറയുന്നത്. ఎస్ మేడం. సో డాక్టర్ న్యూటన్ గారు ఏం చెప్తారు అంటే ఈ ప్రెగ్నెన్సీ బిఫోర్ మనము ఇన్నర్ చైల్డ్ వర్క్షాప్ మినిమం 2 times అయినా అటెండ్ కావాలి అని చెప్తారు. అప్పుడు మనలో ఉన్న బ్లాక్స్ ట్రామాస్ మన నెక్స్ట్ జనరేషన్కి వెళ్ళకుండా మనము స్టాప్ చేస్తాము అంటున్నారు. ഇപ്പൊ ന്യൂട്ടൺ സാർ എന്താ പറയാറ് വെച്ചാല് നമ്മൾക്ക് പ്രഗ്നൻസി വരുന്നതിന് മുമ്പേ മാരേജ് ആയ ഉടനെ നമ്മൾ ഇന്നർ ചൈൽഡ് വൂണ്ട് കറക്റ്റ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ 1 or 2 ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് നമ്മളെ ഇന്നർ ചൈൽഡ് വൂണ്ടുകൾ അല്ലെങ്കിൽ മൈൻഡിലുള്ള ട്രോമാസ് എല്ലാം ക്ലിയർ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഗർഭിണിയാവുകയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ട്രോമ നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആവാതെ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ఎస్ మేడం. మేడం ఇంతవరకు ఏమైనా సబ్జెక్ట్ డౌట్స్ ఉంటే క్లియర్ చేసుకొని మనం తర్వాత మెడిటేషన్ చేసుకుందాము. అది అలాగే కంటిన్యూ చేసుకోమని చెప్పండి. ഇപ്പൊ മാഡം ക്ലാസ് ഇതുവരെ ക്ലാസ് നമുക്ക് പറഞ്ഞല്ലോ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ സംശയം ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് പിന്നെ ധ്യാനത്തിലേ ഇരിക്കാം. ആ ധ്യാനം അതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എത്ര സമയം വേണമെങ്കിലും അത് നമ്മളെ ഇഷ്ടം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. After starting our meditation, we have to visualize the blue healing light entering in my body. The healing cosmic energy which is entering in my body can heal all my organs inside my body. Okay, so the healing cosmic energy is entering in my body and I am becoming healthy, energetic and robust. Thank you. మేడం ఆవిడ ఏం అడుగుతుందంటే ఇప్పుడు మనం అబోర్షన్ అయిన తర్వాత ఆ బేబీకి మనం మీద ఒక అమ్మ మీద ఒక రివెంజ్ అని ఒక కోపం అనేది వస్తుంది అని చెప్పారు కదా. అది మనకి బాడీ మదర్ బాడీకి ఏదైనా ఇబ్బంది అలాంటి వస్తుందా, లేకపోతే మనం నెక్స్ట్ ప్రెగ్నెన్సీనే అడ్డుపడుతుందా అని. నెక్స్ట్ ప్రెగ్నెన్సీని అడ్డుపడే ఛాన్సెస్ ఉంటాయి. తర్వాత ఫిజికల్ హెల్త్కి ఏమి డిస్టర్బ్ చేయకుండా వాళ్ళు మనలో కూడా ఒక మెంటల్ స్ట్రెస్ అనేది ఏర్పడుతుంది అనమాట. ఓకే, వీఆర్ ఎమోషనల్ కనెక్టెడ్ అనమాట. ഓക്കെ, എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് ഫിസിക്കലി ഹാനി ചെയ്തിട്ടില്ലെങ്കിലും മെന്റലി നമ്മൾ ഒരു ട്രോമയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പോവുകയും അടുത്തതായി നമുക്കൊരു പ്രഗ്നൻസി വരാന് സമ്മതിക്കാതെ അതിനെ തടസ്സം നിൽക്കുകയും ചെയ്യും എന്നാണ് ആ കോപം കൊണ്ടും ആ റിവെഞ്ച് കൊണ്ടും അവർ ചെയ്യുന്നത് നമുക്ക് എന്നാണ് പറയുന്നത്. Thank you. Yes, madam. We will start meditation. Yes, madam. Yes. നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല ആൻസൈറ്റി ഉണ്ട്, കുറച്ച് బాడీ ఇష్యూస్ ഒക്കെ ഉണ്ട്. అപ്പൊ అది ഞാൻ ఎങ്ങനെയാണ് సంకల్పం చేయండి? మేడం ఆవిడ ఏం అడుగుతుందంటే బాడీ పెయిన్స్ వస్తుంది, మెంటల్ స్ట్రెయిన్ వస్తుంది, అది ఎట్టా ఓవర్కమ్ చేయాలి,
మెంటల్ అదే పెయిన్స్, బాడీ పెయిన్స్, మెంటల్ స్ట్రెస్ ఎప్పుడు వస్తుంది మేడం? మెడిటేషన్ కూర్చున్నప్పుడా ആ మామూలు? അതെ മേഡം, മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ എല്ലാ സമയത്തും ആണോ ബോഡി പെയിനും മെന്റൽ എൽ- സ്ട്രെസ്സും വരുന്നത്? എല്ലാ സമയത്തും ഉണ്ട്. അപ്പൊ ആ, ആ അത് మాట్లాడ ఎങ്ങനെയാണ് సంకల్పం చేయండి చూసి ధ్యానത്തിൽ? ఆ ఆవిడ ఏం అడుగుతుందంటే, ఇప్పుడు బాడీ పెయిన్ మెంటల్ స్ట్రెయిన్ ఎప్పుడు వస్తుంది, అది దానికోసం మెడిటేషన్ చేసినప్పుడు ఏ సంకల్పం ఎలా పెట్టుకోవాలి అని అడుగుతుంది. ఓకే మేడం, అది ఇప్పుడు మెడిటేషన్లో చేయిస్తాము, అదే చేసుకుందాం మేడం. മേഡം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷനിൽ അതെങ്ങനെ സങ്കല്പം വെക്കണം എന്നുള്ളത് നമുക്കിപ്പോ പറഞ്ഞു തരും. അത് പ്രകാരം നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് എന്നാ പറയുന്നത്. ఓకే. సో థ్యాంక్ యూ మీనా మ్యామ్, థ్యాంక్ యూ మ్యామ్. థ్యాంక్ యూ మేడం. ఓకే సో విల్ స్టార్ట్ మెడిటేషన్. సో ఓకే, നമുക്ക് మెడిటేషన్ തുടങ്ങാം. గ్రూప్ కాన్షియస్ గురించి తెలుసుకుందాం మేడం. ఒక 2 పాయింట్స్. గ్రూప్ కాన్షియస్లో కనెక్ట్ అయి ఉన్నాం. గ్రూప్ కాన్షియస్ అంటే ఏంటి అంటే, ఇప్పుడు ట్రీస్, ఫారెస్ట్లో ట్రీస్ ఎలా ఉంటాయి మేడం? ఎక్కడ ఏదైనా ఒక ట్రీకి ఏదైనా డిసీజ్ స్టార్ట్ అయితే వేరే ట్రీస్ అన్నీ కూడా ఆ హీలింగ్ ఎనర్జీస్ని ఆ ట్రీస్కి పంపిస్తాయంట. అలా ఆ గ్రూప్తో ఒకటితో ఒకటి కనెక్ట్ అయి ఉంటాయన్నమాట. ఇక్కడ కూడా మనము ఆ గ్రూప్ కాన్షియస్తో కనెక్ట్ అయి ఉన్నాం. సో ఒకరి ద్వారా ఒకరికి మనం హీల్ చేసుకునేలా మనం కనెక్ట్ అయి ఉంటాం అన్నమాట. అంత ఎనర్జీస్ ఉంటాయి ఇక్కడ. సో కంప్లీట్గా మనం గ్రూప్ కాన్షియస్తో కనెక్ట్ అయి ఉందాం. ఓకే ഓക്കെ, ഇപ്പൊ മാഡം എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഗ്രൂപ്പ് കോൺഷ്യസ് നമുക്ക് ആയിട്ട് നമുക്ക് കണക്ട് ആവാം എന്നുള്ളത്. ഈ ഗ്രൂപ്പ് കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോറസ്റ്റിൽ മരങ്ങള് തിങ്ങി അടുത്തടുത്ത് മരങ്ങൾ ഉണ്ടാവും. ഈ മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിന് എന്തെങ്കിലും ഒരു ഡിസീസോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കേടുപാടോ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മരങ്ങളെല്ലാം അതിനെ ഹീൽ ചെയ്യും, കൂട്ടത്തോടു കൂടി ഹീൽ ചെയ്യും. അതിനുള്ള പവർ ഉണ്ട്. അതുപോലെ നമ്മളിവിടെ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ കോൺഷ്യസ് കൊണ്ട് നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ കോൺഷ്യസുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് കോൺഷ്യസിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മനഃപൂർവ്വം നമ്മൾ ഇതിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക, സങ്കല്പിക്കുക. അതാണ് മാഡം പറയുന്നത്. ഓക്കെ Okay, masters, we will start our meditation. So completely relax yourself. ഓക്കെ മാസ്റ്റേഴ്സ്, നമ്മൾ കംപ്ലീറ്റ് റിലാക്സ് ആയിട്ട് Breathe in and breathe മെഡിറ്റേഷനിലിരിക്കാം. out. ശ്വാസത്തിനെ പുറത്തേക്ക് വിടാം, ശ്വാസത്തിനെ അകത്തേക്ക് വലിച്ചെടുക്കാം. Breathe in and breathe out. Let your breath will be rhythm of your calmness, masters. നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം, അകത്തേക്ക് എടുക്കുന്ന ശ്വാസം, ആ ശ്വാസത്തിന്റെ ആ റിതം നമ്മുടെ കാമനസുമായിട്ട് നമുക്ക് And ഒരു visualize കണക്ട് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. a blue healing light is entering in your body. നമ്മളൊരു ബ്ലൂ കളർ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവുന്നത് വിഷ്വലൈസ് ചെയ്യുക. The blue healing light entering in my body is cleansing each and every cell of my body. എന്നിലേക്ക് പ്രവേശിക്കുന്ന ബ്ലൂ കളർ ഹീലിംഗ് എനർജി എൻ്റെ ശരീരത്തിലുള്ള ഓരോ സെല്ലുകളെയും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. Each cell and organ is energizing with the divine energy. നമ്മുടെ ഓരോ സെല്ലുകളും ഓരോ അവയവങ്ങളും ഹീലിംഗ് പവർ കൊണ്ട് എനർജൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. సో ఈ ప్రాసెస్కి మాస్టర్ హనుమాన్ను ఇన్వైట్ చేసుకుందాం. ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ ഹനുമാൻ സ്വാമിയെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ఆయన సమక్షంలో ఈ ప్రాసెస్ జరుగుతుంది. ആ ശക്തിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രോസസ് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
ఆ బ్లూ హీలింగ్ ఎనర్జీస్ మన సహస్రారం ద్వారా మనలోకి ప్రవేశిస్తున్నట్టుగా ఊహించుకోండి మాస్టర్స్. ആ ബ്ലൂ എനർജി നമ്മുടെ സഹസ്രാര ചക്രത്തിലൂടെ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി നമ്മൾ സങ്കല്പിച്ചു കൊണ്ടിരിക്കുക. మనమందరము కూడా ఆ పత్రిసర్ సంకల్పాలైన ధ్యాన జగత్తుకు, శాకాహార జగత్తుకు, పిరమిడ్ జగత్తుకు పనిచేసేలా శక్తియుతంగా మారిపోతున్నాం. പത്രിജിയുടെ സങ്കല്പമായ പിരമിഡ് ജഗത്ത്, ധ്യാന ജഗത്ത്, സസ്യാഹാര ജഗത്ത് എന്നിവയ്ക്കായി നമ്മൾ എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. അതിനുവേണ്ടി നമ്മൾ സന്നദ്ധരാവാം. മാസ്റ്റേഴ്സ്, We are all becoming physically healthy, നമ്മൾ എല്ലാവരും ശാരീരികമായി സുഖം പ്രാപിക്കുന്നു, mentally balanced, മാനസികമായി നമ്മൾ ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് വരുന്നു, and spiritually advanced. ആധ്യാത്മികമായി നമ്മൾ ഉന്നത സ്ഥിതിയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. So be it, so be it, so be it. Tathastu, tathastu, tathastu. നമ്മൾ വെയിറ്റ് ചെയ്യാം. തഥാസ്തു, ദേവതകൾ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് മാഡം പറയുന്നത്. Continue this meditation. ഈ മെഡിറ്റേഷൻ തുടർന്നുകൊണ്ടേയിരിക്കാം. Thank you, Masters. Thank you so much. എല്ലാ മാസ്റ്റേഴ്സിനും താങ്ക് യു, വളരെയധികം നന്ദി.